എൻ്റെ സുഹൃത്ത് പത്മരാജൻ മരിച്ചിട്ട് ഇന്ന് 31 വർഷമായി. ഞാൻ തിരുവനന്തപുരത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിരുന്ന കാലഘട്ടത്ത് 1979 കാലഘട്ടത്തിലാണ് പത്മരാജനുമായിട്ട് അടുക്കുന്നത്. സംസ്ഥാനത്തെ കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള ചെറുകഥാ മത്സരത്തിലെ കോളേജ് ലെവലിലെ 1-2 വർഷം എനിക്കായിരുന്നു പ്രൈസ് കിട്ടിക്കൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ ഞാൻ പാലാ സെൻറ്റ് തോമസിൽ പഠിക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് ലോ കഴിഞ്ഞപ്പം ഇവിടെ പോലീസ് ട്രെയിനിങ് കോളേജിലെ സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ് കഴിഞ്ഞ് തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ പോസ്റ്റിംഗ് വന്നു. അങ്ങനെ 1979 കാലഘട്ടത്തിൽ ഞാൻ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിരുന്നു. അന്ന് ചെറുപ്പക്കാരനായിരുന്നു. ആ സമയത്ത് പത്മരാജനുമായിട്ട് പരിചയപ്പെടാനുണ്ടായ കാരണം, തിരുവനന്തപുരം വഴുതയ്ക്കാട്ട് ടാഗോർ സെൻറ്റിനറി ഹാളുണ്ട്. എല്ലാ ചലച്ചിത്രമേളകളും നാടകങ്ങളൊക്കെ നടക്കുന്ന തിരുവനന്തപുരത്തെ പ്രശസ്തമായ ടാഗോർ തിയേറ്ററുണ്ട്. അതിന് ഓപ്പോസിറ്റ് ഒരു ഹോട്ടൽ നികുഞ്ചം, അത് കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ ഒരു ഹോട്ടൽ തുടങ്ങി. കൃഷ്ണൻ നായരുടെ സുഹൃത്തുക്കളായിരുന്നു പത്മരാജനും ഭരതനും അതുപോലെ ചില എഴുത്തുകാരും. ഇവർ അവിടെ വരും. നികുഞ്ചം കൃഷ്ണൻ നായരുമായിട്ട് വലിയ രമ്യതയിലും സ്നേഹത്തിലും അവരുടെ ആ ഹോട്ടൽ പണിതത് ഡിസൈൻ ചെയ്തതൊക്കെ ഭരതനും അതുപോലെ തന്നെ അരവിന്ദനും ഒക്കെ കൂടിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ അരവിന്ദൻ അവിടെ നിത്യസന്ദർശകനാണ്. ആ കൂടെ പത്മരാജനുണ്ടാവും. അപ്പോൾ അരവിന്ദൻ അവിടെ വെച്ച് ഞാൻ അരവിന്ദനെ പരിചയപ്പെടുന്നതും പത്മരാജനെ പരിചയപ്പെടുന്നതും. എനിക്ക് അല്പസ്വല്പം സാഹിത്യവാസന ഉണ്ടെന്ന് പത്മരാജൻ അറിയാം. അതുകൊണ്ട് എന്നോട് വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ സബ് ഇൻസ്പെക്ടറായിരുന്നു, ആ പോലീസിലാണ് എങ്കിലും എന്നെ പല സന്ദർഭത്തിലും വിളിക്കും, ആ ഹോട്ടലിലേക്ക് ക്ഷണിക്കും. അത് അങ്ങനെ ആ ഹോട്ടലിൽ അന്ന് നല്ല ഫുഡ് കിട്ടുന്ന ചെറിയൊരു ഹോട്ടലാണ്. നമ്മുടെ വീടുകളിലെ അന്തരീക്ഷത്തിലെ വീടുകളെപ്പോലെ പണിതിരിക്കുന്ന ആ ഹോട്ടലിൽ നികുഞ്ചം ഇന്നും അവിടെ ഉണ്ട്. അത് നടക്കുന്നില്ല. അത് കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ വ്യക്തി FSCTയിലെ ഒരു ഉന്നത പോസ്റ്റിലിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം അവിടുന്ന് പിന്നെ അമേരിക്കയിൽ പോയി അവിടെ കുറച്ച് നാൾ നിന്നിട്ട് മടങ്ങി വന്ന ശേഷം അദ്ദേഹം കെൽട്രോൺ നമ്പ്യാരാണ് കെൽട്രോൺ തുടങ്ങിയെന്നാണ് നമ്മളെല്ലാവരും കൂടെ കരുതി വച്ചിരിക്കുന്നത്. എങ്കിലും തുടക്കത്തിൽ കെൽട്രോൺ 5 പൈസ ഇല്ലാത്ത സമയത്ത് ആ നമ്പ്യാരുടെ ഒപ്പം അതിൽ നമ്പ്യാരെ പ്രേരിപ്പിച്ചത് എല്ലാം നികുഞ്ചം കൃഷ്ണൻ നായരായിരുന്നു. നികുഞ്ചം കൃഷ്ണൻ നായരും അതുപോലെ നമ്പ്യാരും കൂടെ ചേർന്നാണ് കെൽട്രോൺ ഡെവലപ്പ് ചെയ്തത്. അതിനുശേഷം കൃഷ്ണൻ നായർ തൻ്റെ സ്വന്തമായി ഒരു ഹോട്ടൽ വീട് പോലെ ഇരിക്കുന്ന ഇന്നും അവിടെ ഉണ്ടാവോ അത് ആ നികുഞ്ചം, അത് ഇന്ന് വേറെ ആരോ വാങ്ങിച്ചിരിക്കുന്നു. കൃഷ്ണൻ നായർ മൺമറഞ്ഞു പോയി, പത്മരാജൻ മൺമറഞ്ഞു പോയി, അരവിന്ദൻ മൺമറഞ്ഞു പോയി. ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. ഏതായാലും ഞാൻ അവിടെ പല സന്ദർഭത്തിലും പോകും. ഒരു സബ് ഇൻസ്പെക്ടർ നിലവിൽ പോകും. അവിടെ നിന്ന് വല്ല ആഹാരം കഴിക്കും. ഇവരൊക്കെ ആയിട്ടിരുന്ന് കുറച്ച് നേരം സംസാരിക്കും. രാത്രി എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് അവരെല്ലാവരും കണ്ട് സംസാരിച്ചിട്ടാണ് പോകുന്നത്. പത്മരാജന് അവിടെ ഇരുന്ന് രസകരമായ ബെഡ്ഡുകൾ പൊട്ടിക്കും. ആ സന്ദർഭങ്ങളിൽ അരവിന്ദൻ തൻ്റെ പ്രശസ്തമായ താടി പതുക്കെ തടവി പതുക്കെ ഒന്ന് ഊറിച്ചിരിക്കും. അതിലപ്പുറത്ത് പൊട്ടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആ ഹോട്ടലിൻ്റെ പിൻവശത്ത് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ അരവിന്ദൻ്റെയും അത് പത്മരാജൻ്റെയൊക്കെ ചില നിർദ്ദേശങ്ങളും ഒരു കലാകാരനും നല്ല ആസ്വാദകനുമായ നികുഞ്ചം കൃഷ്ണൻ നായരുടെ ഐഡിയയിലാണ് ആ ഹോട്ടൽ പണിതിരിക്കുന്നത് തന്നെ. അവിടെ പോയി ഇരിക്കാൻ നല്ലൊരു സുഖമുണ്ട്. 2 നിലയേ ഉള്ളൂ. അതിന് ഒരു വീട് പോലെ ഇരിക്കും. അന്നത്തെ തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഒരു ഹോട്ടൽ തന്നെയായിരുന്നു നികുഞ്ചം. അങ്ങനെ പത്മരാജനും അരവിന്ദനും ഞാനും അതുപോലെ നികുഞ്ചം കൃഷ്ണൻ നായരും അവിടെ ഇരുന്ന് സംസാരിക്കും. രാത്രിയിൽ ചില സാഹിത്യ കാര്യങ്ങളൊക്കെ പത്മരാജൻ പറയും. പത്മരാജൻ നമുക്കറിയാം 14ഓളം നോവലുകൾ എഴുതിയിട്ടുണ്ട് പത്മരാജൻ. അതുപോലെ തന്നെ 10-34 ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം സിനിമ പ്രൊഡ്യൂസറാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്, ഡയറക്ടറാണ്. എല്ലാ രംഗത്തും കൈവച്ചിട്ടുണ്ട്. ആദ്യത്തെ സിനിമ പെരുവഴി അമ്പലമാണ്. ആ പെരുവഴി അമ്പലത്തിലാണ് അശോകൻ എന്ന നടൻ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറ് എൻ്റെ ആദ്യത്തെ സിനിമയാണ്, അതുകൊണ്ട് സാറ് അതിനകത്തൊന്ന് തല കാണിച്ചേ പറ്റുള്ളൂ, എൻ്റെ ഒരു ആഗ്രഹമാണ്. അങ്ങനെ ആ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പെരുവഴുതി അമ്പലത്തിൽ ചെറിയൊരു റോള് ഞാനും അഭിനയിച്ചു.
ആ കാലഘട്ടത്തിൽ ആദ്യത്തെ സിനിമയിൽ. അതാണ് പത്മരാജനും ഞാനുമായിട്ട് ഉള്ള ബന്ധം. അങ്ങനെ പത്മരാജൻ്റെ വീട്ടിൽ പല സന്ദർഭത്തിൽ പോയിട്ടുണ്ട്. അന്ന് അനന്തപത്മനാഭൻ പയ്യനാണ്. ആ മകള് മാധവിക്കുട്ടി ചെറിയ കുട്ടിയാണ്. രാധ ചേച്ചി എന്ന് തന്നെയാണ് അവരെ വിളിച്ചത്. പപ്പേട്ടൻ എന്ന് തന്നെയാണ് ഞാനും വിളിച്ചിരുന്നത്. ഏതായാലും മുതുകുളം, അരിപ്പാട് മുതുകുളത്ത് ജനിച്ചു വളർന്ന പത്മരാജൻ 45-ാമത്തെ വയസ്സിൽ ഒരു അറ്റാക്ക് മൂലം മരണമടഞ്ഞു. അദ്ദേഹം കോഴിക്കോട് ഒരു ഹോട്ടലിലെ ഒരു ഷൂട്ടിംഗ് സംബന്ധിച്ച് അവിടെ താമസിക്കുന്ന സന്ദർഭത്തിലാണ് വെളുപ്പാങ്കാലത്ത് അദ്ദേഹത്തിന് സിവിയറായിട്ടുള്ള അറ്റാക്ക് ഉണ്ടായിയാണ് മരണമടഞ്ഞത്. ഏകദേശം നമ്മൾ ഇന്ത്യയിൽ ഇത്രയും വലിയ ഒരു അവാർഡ് കിട്ടിയ ഒരു വ്യക്തി, വളരെയധികം സിനിമകൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് വളരെയധികം പ്രശസ്തമാണ്. അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ ഒരു പ്രത്യേക ലെവലാണ്. കള്ളൻ, പൗത്രൻ എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ആ നോവലൊക്കെ നമുക്ക് അറിയാം. അതിനകത്ത് നെടുമുടി വേണിയുടെ അഭിനയം അറിയാം. ഏതായാലും മലയാളത്തിലെ ആദ്യകാല ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ വിവിധങ്ങളായ ചില പ്ലോട്ടുകൾ അത് വളരെ തന്മയത്വമായി ക്യാമറയെ കൂടി പ്രതിഫലിപ്പിച്ച് കാണിക്കുന്ന ആ പത്മരാജൻ്റെ ആ കഴിവിനെ നമുക്ക് മാനിച്ചേ പറ്റുള്ളൂ. എൻ്റെ വളരെയധികം അടുത്ത ഒരു സുഹൃത്ത് തന്നെയായിരുന്നു. ഇൻ്റലക്ച്വൽ ലെവലിൽ മാത്രമായിരുന്നു ഞങ്ങളുടെ ബന്ധങ്ങൾ. എങ്കിലും എന്നെയും കൊണ്ടുപോയി അദ്ദേഹം ഒരു ചെറിയ റോളിൽ പെരുവഴി അമ്പലത്തിൽ അഭിനയിപ്പിക്കുകയും ചെയ്തു. ഞാനത് മനഃപൂർവ്വം പറയാതിരുന്നതൊരു കാര്യമാണ്. പത്മരാജൻ്റെ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ 33-ാമത്തെ വർഷം, അദ്ദേഹം മരിച്ചിട്ട് 31 വർഷമായ ആ ഒരു ചിന്തയിലിരിക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പം ഈ അദ്ദേഹമായിട്ടുള്ള അടുപ്പത്തിൻ്റെ വിവരം പുറത്തു വിടുന്നത്. അതേ സമയത്ത് കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ ആ സിനിമാ രംഗത്തുള്ള വരവും, ഗന്ധർവൻ എന്നുള്ള നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ആ സിനിമ ഡയറക്ഷന്, അതൊക്കെ കേരളത്തിലെ ചലനമുണ്ടാക്കിയ സിനിമകളാണ്. പത്മരാജനെ കേരളമുള്ള മലയാളി ഉള്ളിടത്തോളം കാലം ഓർത്തിരിക്കും. അദ്ദേഹത്തിൻ്റെ കഥകൾ, നോവലുകൾ എല്ലാം അതിപ്രശസ്തമാണ്. അതുപോലെ അദ്ദേഹവും അരവിന്ദനും തമ്മിലുള്ള ബന്ധങ്ങൾ അതൊക്കെ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. ഏതായാലും ഇന്നും ആ നീഞ്ച ഹോട്ടൽ അവിടെയുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ ആയ പത്മരാജനും നികുഞ്ചൻ കൃഷ്ണൻ നായരും അതുപോലെ തന്നെ അരവിന്ദനും എല്ലാം കടന്നുപോയിരിക്കുന്നു. ഏതായാലും മലയാള സിനിമയിലെ എന്നും ഓർക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് പത്മരാജൻ.